വേറൊരു പഴയ മന്ത്രി പറയുന്നത് കേട്ടു, ഞാൻ ഹിന്ദു കയറി ഇറങ്ങിയാണ് BJP നേതാക്കൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കൾ എന്നെ കാണണം എന്നാവശ്യപ്പെട്ടു. ഞാൻ അവർക്ക് സമയം കൊടുത്തു. അവർ വന്ന് കാണാൻ പറഞ്ഞു. അത് പബ്ലിക് കാണുന്ന സമയത്താണ് അവരെ ഒന്ന് എന്നെ കണ്ടത്. ഞാൻ അവരെ മുറിയിൽ കയറ്റിയിരുത്തി കണ്ടു. അതിൽ രണ്ടുപേരെ എനിക്കെതിരായിട്ട് നിരന്തരമായ വ്യാപകമായ പ്രചരണം നടത്തിയിരുന്ന ആളുകളാണ്. ഞാൻ അവരുടെ പേര് കണ്ടപ്പോ അവരെ കാണാൻ പറ്റില്ല എന്ന് ഞാൻ പറയാമോ? അവരെന്നെ കണ്ട് അവർക്കൊരു നിവേദനം നൽകാൻ വന്നാണ്. നിവേദനം നൽകി. ഇന്നലെ നമുക്ക് ഗവൺമെന്റിനെതിരായി സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന NGO യൂണിയൻ നേതാക്കൾ, ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതാക്കൾ, അധ്യാപക സംഘടന CPMന്റെ KSTയുടെ നേതാക്കൾ കാണാൻ വന്നു. ഞാൻ ഇവരെ ഇരുത്തിയ അതേ കസേരയിൽ തന്നെ അവരെയും ഇരുത്തി അവരുമായിട്ട് സംസാരിച്ചു. ഞാൻ കോൺഗ്രസിന്റെയോ UDFന്റെയോ മാത്രം മുഖ്യമന്ത്രിയാണോ? കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ? എന്നെ കാണാൻ വരുന്നവരോട് ഞാൻ നിങ്ങളെ കാണില്ല എന്ന് പറയാമോ? ഞാൻ അത് ചെയ്താലല്ലേ തെറ്റ്? പിന്നെ പഴയ മന്ത്രിയായിരുന്ന ശ്രീ റിയാസാണ് പറഞ്ഞത് ഇവിടെ കയറി ഇറങ്ങാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിനോട് എന്റെ മറുപടി, ഞാൻ ഒളിച്ചല്ല കണ്ടത്. പിണറായി വിജയൻ ചെയ്തതുപോലെ RSS നേതാക്കളെ വേറെ കാറിൽ പോയി മസ്കറ്റ് ഹോട്ടലിൽ പത്രക്കാരെയൊക്കെ മാറ്റി നിർത്തി ആരെ അറിയാതെ ഒളിച്ചല്ല കണ്ടത്. അതാണ് റിയാസിനുള്ള മറുപടി. ഒളിച്ചല്ല കണ്ടത്, രഹസ്യമായിട്ടല്ല കണ്ടത്. ഇവിടെ നൂറുകണക്കിന് ജനങ്ങൾ കാണാൻ വേണ്ടി വരുന്ന കൂട്ടത്തിൽ അവർ നേരത്തെ പറഞ്ഞു, അവർ വന്ന നിവേദനം അവർ തന്നു, അവരുമായി സംസാരിച്ചു. ഇതൊക്കെ എനിക്ക് തോന്നുന്നു, ഞാൻ അവർക്ക് ഒരു അനുമതി നിഷേധിച്ചാലാണ് അത് വാർത്ത, അല്ലേ? അനുമതി നിഷേധിച്ചാലാണ് വാർത്ത.